നിനക്കായി ഭാഗം 10 തുടരുന്നു. സുചിത്ര കണ്ണു തുറന്ന് നോക്കുമ്പോൾ ജീവനും സഹായം അവിടെ ഇല്ല എന്നറിവ് അവരെ വല്ലാതെ ദേഷ്യത്തിലാക്കി. ഓ, എന്നെ ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് അപ്പനും മോനും ആ മറ്റവളെ കാണാൻ പോവുകയായിരിക്കും അല്ലേ? സുചിത്ര എനിക്ക് അരികിലായിരിക്കുന്ന അനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതേ നിമിഷം അനിയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായി. അവൾ അവരെ നോക്കി വല്ലായ്മയോടെ ചോദിച്ചു, അമ്മായി, ജീവേട്ടന് ഇത്രയ്ക്ക് അവളെ ഇഷ്ടപ്പെടാൻ മാത്രം അവൾക്ക് എന്താണുള്ളത്? എന്നെക്കാൾ സൗന്ദര്യമുണ്ടോ? പഠിപ്പുണ്ടോ? പണമുണ്ടോ? എന്താ? മോളെ, നീ വിഷമിക്കാതെ. ഇവളെ പോലെയുള്ളവർക്ക് വേണ്ടത് പണമായിരിക്കും. അതുകൊണ്ട് കുടുംബത്തിൽ പിറന്നവരെ വല വീശി പിടിക്കുന്നത് ഇവർക്കൊന്നും അത്ര പുത്തരിയല്ല.